നാരായണ. ഹരി ഓം ഹരി ഓം. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജ സംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെற்றிவேல் മുരുകനുക്ക് ഹരോഹര. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിത സമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാപംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചനച്ഛായചേലം
ചാരുസ്നിഗ്ധോരുമമ്പോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ, നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗ പരിതപ്ത ജനായ യോദാത്. നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യഭിജ തുളസിക ഗോപിക ചന്ദനം തത് സാളഗ്രാമാഭിപൂജ പരപുരുഷ തദൈകാദശീ നാമവർണാ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയ സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. 63-ാം ദശകത്തിലൂടെയാണ് കടന്നിരിക്കുന്നത്. ഗോവർദ്ധനോദ്ധാരണം എന്ന ഭാഗമാണ്. ഗോവർദ്ധന പൂജ എന്ന ഭാഗം കഴിഞ്ഞ ദശകം വിശദമായി കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് ഗോവർദ്ധനോദ്ധാരണം. ഇനി അടുത്ത അധ്യായവും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഗോവിന്ദാഭിഷേകം. അങ്ങനെ 3 ദശകങ്ങളിലൂടെ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഇന്ദ്രൻ്റെ ഗർവശമനം, ഭഗവാൻ ഇന്ദ്രൻ്റെ ഗർവശമനം ചെയ്ത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ആ ഒരു കാര്യത്തെ എല്ലാവരുടെ മനസ്സിലും ഊട്ടി ഉറപ്പിക്കുന്നതായിട്ടുള്ള ഒരു ലീല കൂടിയാണ് ഈ ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദാഭിഷേകം എന്നുള്ള ഈ ഭാഗങ്ങൾ. അപ്പോൾ അതിൽ ആദ്യത്തെ ഇപ്പോൾ 63-ാം ശ്ലോകം നമ്മൾ 63-ാം ദശകം 2 ശ്ലോകങ്ങൾ കണ്ടു. തുടർന്ന് കാണണം. ആദ്യം 63-ാം ദശകം ഒന്ന് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗുരുവായൂരപ്പ ശരണം. ദശകം 63. ഗോവർദ്ധനോദ്ധാരണം. ദദൃശിരേ കില തൽക്ഷണമക്ഷതസ്തനിതജൃംഭിതകംഭിതദിക്തടാഃ
സുഷമയാ ഭവദംഗതുലാം ഗദാ വ്രജപദോ പരിവാരിധരാസ്ത്വയാ വിപുലകരഗമിശ്രൈസ്തോയധാരാനിപാതൈः ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാത്മഃ പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വൻ മാ ബിബീദേത്യബാണീഃ കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോഃ വിഹതിമിഹ സരുന്ധ്യാത് കോ नु वः संशयोऽस्मिन् इति सहसितवादी देवगोवर्धनाद्रिम् त्वरितमुदमुमूलो मूलतो बालदोर्भ्याम् सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द तदनु गिरिवरस्य प्रोद्धृतस्यास्य तावत् सिकतिलमृदुदेशे दूरतो वारितापे परिकर परिमिश्रान् धेनुगोपान् अधस्ताद् उपनिदददत्ता हस्तपद्मेन शैलम् भवति विधृतशैले बालिकाभिर्वयस्यैः अभिविहितविलासं केडिलापादिलोले सविदमिलिदधेनूरे एकहस्तेन कण्डूयति सदि पशुपालातोषमैषन्द सर्वे अधिमहान् गिरिरेश तु वामके करसरोरुहितं धरते चिरम् किमिदमल्बुदमद्रिबलम् इति त्वदवलोकिभिराकधिगोपकैः अहदार्ष्ट्यममुष्यवटोर्गिरिं व्यदितबाहुरसौ अवरोपयेत् इति हरिस्त्वयि बद्धविगर्हणो दिवससप्तकमुग्रमवर्षयत् अचलति त्वयि देवपदाल्पदं गलित सर्वजले च गणोल्करे अपहृते मरुतां पति त्वदभिशङ्कितधी समुपाद्रवत सममुपेयुषि वर्षभरे तदा पशुपधेनुकुले च विनिर्गते भुवि विभो समुपाहित भूधर प्रमुदितैः पशुपैः परिरेभिषे धरणिमेव पुरा धृतवानसि क्षितिधरोद्धरणे तव कश्रमा इति नुतस्त्रिदशैकमलापते गुरुपुरालय पालय मां गदाद् धरणिमेव पुरा धृतवानसि क्षितिधरोद्धरणे तव कश्रमः इति नुतस्त्रिदशैकमलापते गुरुपुरालय पालय मां गदाद् सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते नारायण ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയം 63-ാം ദശകമാണ് ഇപ്പോൾ വായിച്ചത്. നോക്കാം. രണ്ട് ശ്ലോകങ്ങൾ ഇന്നലെ എടുത്തു, ബാക്കിയുള്ളത് തുടരണം. അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ കണ്ടു, ഇന്ദ്രന് വർഷം തോറും നടത്തുന്ന യാഗം ഭഗവാന്റെ വാക്കുകൾ കേട്ട് നന്ദാദി ഗോപന്മാർ ഇന്ദ്രയാഗം നിർത്തിവെച്ചുകൊണ്ട്
ഗോവർദ്ധന പർവ്വതത്തിന് പൂജ ചെയ്തതും ബ്രാഹ്മണരെ പൂജിച്ചതുമായിട്ടുള്ള ആ ഭാഗം കണ്ടു. അത് കഴിഞ്ഞ് ഇന്ദ്രൻ കോപിക്കുന്നതും ആ ഇന്ദ്രൻ ഏത് രീതിയിലാണ് തൻ്റെ അഹങ്കാരം പ്രകടിപ്പിക്കുന്നത് ഭഗവാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിലാണ് ഈ 63-ാം ദശകം ആരംഭിക്കുന്നത്. ആ സമയത്ത് ആ വ്രജപദോപരി, വ്രജദേശത്തിൻ്റെ മുകൾ ഭാഗത്ത് തൽക്ഷണം തന്നെ അക്ഷതസ്തനിതൃംബിത കമ്പിത ദിക്തടാഹ വാരിതരാഹ ദദൃശിരി, മേഘങ്ങൾ ഭയങ്കരമായിട്ടുള്ള മിന്നലും ഇടിയോടും കൂടെ ദിഗന്ധരങ്ങളെയൊക്കെ മാറ്റൊലിക്കൊള്ളിപ്പിച്ചുകൊണ്ട് കൊണ്ട് അങ്ങയുടെ ശരീരത്തോട് ഉപമിക്കാവുന്നതായിരുന്നു. സുഷമയാ ഭവദംഗ തുലാംഗദാഹ, അങ്ങനെയുള്ള ഗംഭീര മേഘങ്ങൾ അവിടെ പ്രകടമായി. അത് അങ്ങ് കണ്ടു. തുടർന്ന് ഭയങ്കരങ്ങളായിട്ടുള്ള വലിയ ആലിപ്പഴങ്ങളോടുകൂടിയ തുമ്പിക്കൈ വണ്ണത്തിലുള്ളതായിട്ടുള്ള ജലധാരകൾ പെയ്തു തുടങ്ങി. അങ്ങനെ ആ ഗോപാലമണ്ഡലം, ഗോകുലം മുഴുവൻ മഴയാൽ ആക്രമിക്കും. അപ്പോൾ കുപിതനായ ആ ഹരി, ഇവിടെ ഹരി എന്നത് ഇന്ദ്രനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുപിത ഹരികൃതാത് നഹ പാഹി പാഹി, കുപിതനായ ഇന്ദ്രനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും ഇത് തേഷാം വചനം ശൃണ്വന്, ഇങ്ങനെയുള്ള അവരുടെ വാക്കുകൾ കേട്ട്, ഹേ ഗുരുവായൂരപ്പ അജിത ത്വം മാ ബീബിത ന മാ ബിബീത ഇതി അബാണീഹി, മാ ബിബീത, ഭയപ്പെടേണ്ട, ഭീതി വേണ്ട എന്നിങ്ങനെ അങ്ങ് വാണിയെ ചെയ്തു, അങ്ങ് പറഞ്ഞവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതാണ് 3-ാം ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചതായിട്ടുള്ള ഭാഗമാണ് 3-ാം ശ്ലോകം. കുലൈഹ ഗലു ഗോത്രോ ദൈവതം ഗോത്രശത്രോ വിഹതിമിഹ സരുന്ധ്യാത് കോനു സംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമൂലോ മൂലതോ ബാലദോർഭ്യാം. കുലൈഹ ഗലു ഗോത്രോ ദൈവതം ഗോത്രശത്രോ വിഹതിമിഹ സരുന്ധ്യാത് കോനു സംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമൂലോ മൂലതോ ബാലദോർഭ്യാം. ഭഗവാന്റെ വാക്കുകളാണ് ആദ്യത്തെ 2 വരികൾ. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പ അങ്ങ് ഗോവർദ്ധനാദ്രിയെ ഉന്മൂലമായിട്ട്, അതിന്റെ മൂലത്തിൽ നിന്ന് തന്നെ, മൂലത്തോ ബാലദോർഭ്യാം ഉമൂലോ, അങ്ങയുടെ കൊച്ചു കൈകളെ കൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ മൂലത്തിൽ നിന്ന് ഉമൂലനം ചെയ്തു. ഉമൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയർത്തി എന്നർത്ഥം. ഉദമുമൂലഹ, ഉദമുമൂലഹ, ഉദ് എന്നുള്ള ശബ്ദം മുകളിലേക്ക്, ഉമൂലഹ വേരോടുകൂടി പറിച്ചു എന്ന് പറയണം. ഉമൂലഹ, ഉദമുമൂലഹ, മുകളിലേക്ക് പറിച്ചുയർത്തി എന്നർത്ഥം. അപ്പൊ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ പുഴക്കിയത്? കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോഹോ വിഹതിമിഹ സരുന്ധ്യാത് കോനുവ സംശയോസ്മിൻ. തന്നെ ശരണം പ്രാപിച്ച ഗോപന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞ വാക്കുകളാണ് ഇഹ കുലേ എന്നാണ് അവിടെ എടുക്കേണ്ടത്. സന്ധി കൊണ്ട് കുല എന്നായി മാറുന്നതാണ്. അപ്പൊ ഇഹ കുലേ, ഈ കുലത്തിൽ, ഈ ഗോകുലത്തിൽ എന്നർത്ഥമാണ്. ഈ കുലത്തിൽ, ഈ ഗോകുലത്തിൽ ഗോത്ര കലു ദൈവതം, ഗോത്രമാണ് നമുക്ക് ദൈവതം. ഗോത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ പർവ്വതം എന്നുള്ള അർത്ഥത്തിൽ, ഗോത്രം, ഗോത്രം, ഭൂമിയെ ത്രാണനം ചെയ്യുന്നത് പർവ്വതം. അപ്പൊ നമ്മുടെ ഗോവർദ്ധന പർവ്വതമാണ് നമ്മുടെ പരദേവത, നമുക്ക് ആശ്രയമായിട്ടുള്ള ദൈവം. അപ്പൊ ഗോത്ര കലു ദൈവതം, ഈ പർവ്വതമാണ് നമ്മുടെ പരദേവത. ആ പർവ്വതം ഇഹ ഗോത്രശത്രോഹോ വിഹതിം സഹരുന്ധ്യാത്. ആ ഗോത്രശത്രോഹോ, ഗോത്രശത്രു എന്ന് പറഞ്ഞാലോ പർവ്വതശത്രു,
പർവ്വതങ്ങളുടെ ചിറകരിഞ്ഞ് പർവ്വതങ്ങളുടെ ശത്രുവായി തീർന്ന ഇന്ദ്രൻ, ആ ഗോത്രശത്രുവായ ഇന്ദ്രന്റെ വിഹതി എന്ന് പറഞ്ഞാൽ ഉപദ്രവത്തെ, ആ ഹനിക്കുന്ന സ്വഭാവം, വിശേഷേണയുള്ള ഹനനം, അദ്ദേഹത്തിന്റെ ആക്രമണം, അദ്ദേഹത്തിന്റെ എതിർപ്പ് എന്നൊക്കെ അർത്ഥം. അദ്ദേഹത്തിന്റെ വിഹതിയെ സഹരുന്ത്യാത്, സഹ എന്ന് പറഞ്ഞാൽ ഈ പർവ്വതം, ഗോവർദ്ധന പർവ്വതം തടയും. രുന്ത്യാത് അസ്മിൻ വഹ കഹനു സംശയ, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തിനാ സംശയം? ഒരു സംശയവും വേണ്ട. ആ ഇന്ദ്രൻ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ നമ്മുടെ കുലദേവതയായിട്ടുള്ള ഗോവർദ്ധന പർവ്വതം നമ്മെ രക്ഷിക്കും, സംശയം വേണ്ട എന്ന് ഭഗവാൻ ഈ ഗോപന്മാർക്ക് വാക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം താനല്ല രക്ഷിക്കണത്, താൻ രക്ഷിക്കുന്നല്ല പറയണത്, ഗോവർദ്ധന പർവ്വതം രക്ഷിക്കും നമ്മളെ. നമ്മുടെ കുലദേവതയാണ് ഗോവർദ്ധന പർവ്വതം, പേടിക്കണ്ട നിങ്ങള്. ഇന്ദ്രന്റെ വിളവൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല, ഗോവർദ്ധന പർവ്വതം നമ്മളെ രക്ഷിക്കും എന്നാണ് പറയുന്നത്. കുലൈഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോഹോ വിഹതിം ഇഹ സരുന്ധ്യാത് കോനുവ സംശയോസ്മിൻ അസ്മിൻ വിഷയേ കഹ സംശയ, എന്ത് സംശയമാണ് നിങ്ങൾക്ക്? സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്രകാരം സഹസിതവാദി എന്ന് പറഞ്ഞാൽ ഹസിതത്തോടുകൂടി പറഞ്ഞിട്ട്, ചിരിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ട്, ഹേ ദേവാ ഗുരുവായൂരപ്പ, പല ക്രീഡകളും ചെയ്യുന്നവനെ, അവതാര ലീലകൾ ചെയ്യുന്ന ഭഗവാനെ, അങ്ങെന്ത് ചെയ്തു? ഗോവർദ്ധനാദ്രിം ത്വരിതം ബാലദൗർഭ്യാം മൂലതഃ ഉദമുമൂലഃ. ഗോവർദ്ധനാദ്രിയെ, ആ ഗോവർദ്ധന പർവ്വതത്തെ ത്വരിതം, വളരെ വേഗം തന്നെ, ബാലദൗർഭ്യാം കുഞ്ഞിക്കൈകൾ കൊണ്ട്, മൂലതഃ അതിൻ്റെ മൂലത്തോടുകൂടെ, ആധാരത്തോടുകൂടെ, അടിയോടുകൂടെ, ഉദമുമൂലഃ ഉന്മൂലനം ചെയ്തു. ഉന്മൂലനം ചെയ്യലാണ് ഉദമുമൂലഃ, പറിച്ചെടുത്തു എന്നർത്ഥം. അടിയോടുകൂടി, വേരോടുകൂടി പറിച്ചെടുത്തു എന്ന് പറഞ്ഞില്ല, അതാണ് ഉന്മൂലനം. അപ്പൊ അതിന്റെ ഉദമുമൂലഃ ത്വം ഉദമുമൂലഃ, അങ്ങ് പറിച്ചെടുത്തില്ലേ ഗുരുവായൂരപ്പ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാൻ ഈ ഗോപന്മാരൊക്കെ ഭഗവാനെ കൃഷ്ണ കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആശ്രയിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട്, പശുക്കളുണ്ട്, പശുക്കുട്ടികളുണ്ട്, അത്യാവശ്യം വേണ്ട വീട്ടുപകരണങ്ങള്, കഴിച്ചു കൂട്ടാനുള്ള കുറച്ച് ദിവസത്തേക്കുള്ള അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോവണം. ആദ്യകാലത്തെ അഭയാർത്ഥി ക്യാമ്പാണിത്. ഒരു പ്രളയം വന്നതായിട്ടുള്ള സമയത്ത് ഭഗവാൻ എല്ലാവർക്കും കൂടി ഒരു അഭയാർത്ഥി ക്യാമ്പ് ഒരുക്കുകയാണ്. അപ്പം എല്ലാവരെയും വിളിച്ചോണ്ട് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് കുട്ടികളെയും വൃദ്ധന്മാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട്, അപാലവൃദ്ധൻ ജനങ്ങളും പശുക്കളും പശുക്കുട്ടികളും ഒക്കെ ആയിട്ട് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഭഗവാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കണ്ണടച്ച് ആ ഗോവർദ്ധന പർവ്വതത്തോട് പ്രാർത്ഥിക്കുവിൻ എന്ന്. എല്ലാവരും അവരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് കണ്ണടച്ച് ഗോവർദ്ധന പർവ്വതത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന അതേ നിമിഷത്തിലാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ഭാഗവതത്തിൽ പറയുന്ന ഭഗവാൻ തൻ്റെ ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പുഴക്കി എന്നാണ്. ഇവിടെ ബാലദൗർഭ്യാം എന്ന മേൽപ്പത്തൂർ പ്രയോഗിച്ച് ഒരു എന്താ പ്രാസം ഒപ്പിച്ചുകൊണ്ട്, ദൗർഭ്യാം എന്ന് പറയുമ്പോൾ രണ്ട് കൈകളായി, ഭ്യാം എന്നുള്ളത് ദ്വിവചന പ്രത്യയമാണത്. ദൗർഭ്യാം രണ്ട് കൈകളെ കൊണ്ട്, ബാലദൗർഭ്യാം കുഞ്ഞിക്കൈകൾ രണ്ടും കൊണ്ട് എന്നുള്ള അർത്ഥമായി. വാസ്തവത്തിൽ കുഞ്ഞിക്കൈകൾ രണ്ടുമൊന്നും ഭഗവാന് വേണ്ടി വന്നിട്ടില്ല. ഒരു കൈ കൊണ്ട് തന്നെ, ഒരു കൈയിലെ ചെറുവിരൽ കൊണ്ട് തന്നെ ഒരു ബാലൻ കൂൺ പറിക്കുന്ന പോലെ എന്നാണ് ഇതിൽ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂൺ പറിക്കില്ലേ, ഈ മഴക്കാലത്തൊക്കെ ഇടിവെട്ടുമ്പോൾ കൂനുണ്ടാവും അല്ലേ? ഇപ്പം നല്ലൊരു മഴക്കാലമാണ്, ഇന്ദ്രൻ ചെയ്തതായിട്ടുള്ളൊരു നല്ല ഇടിയും മഴയും പെയ്യണം. അപ്പം മഴക്കാലത്ത് എന്തുണ്ടാവും? കൂനുണ്ടാവും. ആ കൂൻ പറിക്കുന്ന ലാഘവത്തോടുകൂടെ ഭഗവാൻ ഇടത് കൈയുടെ ചെറുവിരൽ കൊണ്ട് പറിച്ചു എന്ന് ശ്രീമദ് ഭാഗവതം നോക്കാം.
ഇവിടെ പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 25-ാം അധ്യായത്തിൽ 19-ാം ശ്ലോകമാണ് ഇതിനെ കുറിച്ച് പറയുന്ന ശ്ലോകം. 25:10 പഞ്ചവിംശതിതമോധ്യായ 19-ാമത്തെ ശ്ലോകം. അപ്പോൾ തന്നെ ആശ്രയിച്ച ഗോകുലത്തെ രക്ഷിക്കുവാനായിക്കൊണ്ട് ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രത ആഹിത, ഭഗവാൻ നിശ്ചയിക്കുകയാണ്, ഞാൻ രക്ഷിക്കും എൻ്റെ ആത്മയോഗം കൊണ്ട്, ഇതെൻ്റെ വ്രതമാകുന്നു, എന്നെ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കുക എന്നുള്ളത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇത്യുക്ത്വാ ഏകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാര ലീലയാ കൃഷ്ണഃ ഛത്രാകമിവ ബാലകഃ. ഇത്യുക്തൈകേന ഹസ്തേന എന്ന് പറഞ്ഞാൽ ഇത്യുക്ത്വാ ഏകേന ഹസ്തേന, ഏകേന ഹസ്തേന ഒറ്റ കൈകൊണ്ട്, കൃത്വാ ഗോവർദ്ധനാജലം ഏതുപോലെ ഛത്രാകം ഇവ കൃത്വ. ഛത്രാകം എന്ന് പറഞ്ഞാൽ ഛത്രം കുടയാണ്, ഛത്രാകം കുട പോലെയുള്ള സാധനം കൂനാണ്. ഛത്രമിവ ദൃശ്യത്തെ ഇത് ഛത്രാകം, ഏത് കൂനിന്റെ പര്യായമാണ്. അപ്പോൾ ഒരു കൂൺ പറിക്കുന്ന ലാഘവത്തോടെ ബാലകൻ കൃഷ്ണ ബാലക ഗോവർദ്ധനാചലം ലീലയാ ദദാര, ലീലയ കളിയായിട്ട് ദദാര ധരിച്ചു. ഇപ്പൊ വെറും 7 വയസ്സുള്ള ബാലനാണെന്നും ഇതേ ഭാഗവതത്തിൽ ഈ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. 7 വയസ്സാണ് ഈ ഗോവർദ്ധന പർവ്വതം ഭഗവാൻ പുഴക്കുന്നതായിട്ടുള്ള സമയത്ത് എന്ന് ഈ 25-ാം ശ്ലോകത്തിൽ 25-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. യഹ സപ്തഹായനാ ബാലഃ കരേണ ഐകേന ലീലയാ കഥം ബിഭ്രത് ഗിരിവരം പുഷ്കരം ഗജരാടിവ എന്ന് ചോദ്യമാണ് ശുഖബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് ചോദിച്ചു. ആ ലീല പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അത് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തത്. ഒരു ഗജരാജൻ ഒരു താമര പറിക്കും പോലെ ഭഗവാൻ എങ്ങനെയാണ് ഈ 7 വയസ്സ് ബാലൻ ഏകേന കരേണ ലീലയ സപ്തഹായന ബാലഃ കഥം ബിഭ്രത് ഗിരിവരം, ഈ പർവ്വതത്തെ എങ്ങനെ ധരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 7 വയസ്സാണെന്നും ഒരു കൈ കൊണ്ട് തന്നെയാണെന്നും വീണ്ടും പറയുന്നു. ഇരിക്കട്ടെ. അപ്പോൾ ഭഗവാൻ ഇവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് ഈ പർവ്വതം രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം പർവ്വതത്തിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാൻ ഒരു കൈകൊണ്ട് ആ പർവ്വതത്തെ പൊക്കിയെടുത്തു എന്ന് ഉന്മൂലനം ചെയ്ത് കൊട പോലെ പിടിച്ചു. കുലൈഹ ഗലു ഗോത്രോ ദൈവതം ഗോത്രശത്രോ വിഹതിമിഹ സരുന്ധ്യാത് കോനുവ സംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമൂലോ മൂലതോ ബാലദോർഭ്യാം. തദനു ഗിരിവരസ്യ പ്രോദ്ധൃതസ്യാസ്യ താവത് സികതിലമൃദുദേശേ ദൂരതോ വാരിതാപേ പരികര പരിമിശ്രാന്ധേനുഗോപാനതസ്താദ് ഉപനിദദദത്താ ഹസ്തപദ്മേന ശൈലം. തദനു ഗിരിവരസ്യ പ്രോദ്ധൃതസ്യാസ്യ താവത് സികതിലമൃദുദേശേ ദൂരതോ വാരിതാപേ പരികര പരിമിശ്രാന്ധേനുഗോപാനതസ്താദ് ഉപനിദദദത്താ ഹസ്തപദ്മേന ശൈലം. തദനു അതിനുശേഷം താവത് അപ്പോൾ പ്രോദ്ധൃതസ്യ അസ്യ ഗിരിവരസ്യ അധസ്താദ്, പ്രോദ്ധൃതസ്യ പ്രകർഷേണ ഉദ്ധൃതസ്യ ഉദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള അസ്യ ഗിരിവരസ്യ അധസ്താദ്, ആ ഗിരിവരന്റെ ഗോവർദ്ധന പർവ്വതത്തിന്റെ അധസ്താദ് അധോഭാഗത്ത് ചുവട്ടിൽ എന്ത് ചെയ്തു? ദൂരതഃ വാരിതാപേ സികതില മൃദുദേശേ പരികര പരിമിശ്രാൻ ധേനുഗോപാൻ ഉപനിദദത്. എന്നിട്ട് ഹസ്തപദ്മേന ശൈലം അദത്താഹ. അപ്പൊ
ദൂരത വളരെ ദൂരത്തേക്ക്. വാരിത ആപേ, ആപഹ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. വാരിത ആപേ, ആപേ വെള്ളത്തെ വാരണം ചെയ്തിട്ട്. വാരിതാപേ, അവിടെ വാരിതം ആപം, ആപസ്സാണ്. ആപസ് വെള്ളം, വെള്ളത്തെ നിവാരണം ചെയ്തിട്ട് വളരെ ദൂരേക്ക് വെള്ളത്തിനെ വാരണം ചെയ്തിട്ട്. വാരിതാപേ, ദൂരത വാരിതാപേ എന്ന് പറഞ്ഞാൽ എത്രയോ ദൂരെയാണ് മഴ പെയ്യുന്നത്. ഈ വലിയ പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ അടിഭാഗം വളരെ വിസ്തൃതം. അപ്പൊ ആ വിസ്തൃതമായിട്ടുള്ള ഭാഗത്ത് സികതില മൃദുദേശേ, സികതില മൃദുദേശം എന്ന് പറഞ്ഞാൽ സികതം എന്നാൽ മണലാണ്. അപ്പൊ നല്ല മണൽപ്പരപ്പ് പോലെയുള്ള മൃദുദേശം, ഇത്തിരി ഉയർന്നതായിട്ടുള്ള മണൽപ്പരപ്പ് പോലെയുള്ളതായിട്ടുള്ള മൃദുദേശം, അതിൻ്റെ മുകളില് വെള്ളം അകലേക്കാക്കി. എത്രയോ ദൂരെയാണ് വെള്ളം വീഴുന്നത്. ഇവിടെ ഒരു മൃദുദേശം സികതിലം കൊണ്ട് അഥവാ മണൽ കൊണ്ട് നല്ല ഒരു മേട പോലെ ഉണ്ട്. അതിന്റെ മുകളിൽ പരികര പരിമിശ്രാൻ ധേനുഗോപാൻ ഉപനിദദത്, ഉപനിദദത് അങ്ങനെ ഉപനിദാനം ചെയ്തു. അവരെല്ലാം അവിടെ ഇരുത്തി ഉറപ്പിച്ചു എന്നൊക്കെ അർത്ഥം. എവിടെ എന്തൊക്കെ കൂടിയിട്ട്? ധേനുഗോപാൻ, ധേനുക്കളെയും ഗോപന്മാരെയും. വേറെന്തിനോടുകൂടി? പരികര പരിമിശ്രാൻ, പരികരങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടുപകരണങ്ങൾ. അപ്പോൾ അത്യാവശ്യത്തിന് വെപ്പിനും തീനിനും ഒക്കെയുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ തൈരും പാലും വെണ്ണയും നെയ്യും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇരുന്ന് വെറുതെ കഴിക്കാലോ, അല്ലെ? പിക്നിക്ക് വന്ന പോലെയായി. ഇപ്പോൾ വല്ല കുംഭമേളയ്ക്ക് കൂടിയ പോലെയോ നല്ലൊരു തീർത്ഥയാത്രയ്ക്ക് വന്നതുപോലെയൊക്കെ ആയി. ഒരു വിശേഷമായി എന്നർത്ഥം ഇവർക്ക്. അങ്ങനെ പരികര പരിമിശ്രാൻ, പരികരങ്ങളോട് കൂടിയവരായിട്ട്, ഗൃഹോപകരണങ്ങളോട് കൂടിയവരായിട്ട് പശുക്കളെയും ഗോപന്മാരെയും അവിടെ ഉറപ്പിച്ചു. ഈ ഉയർന്ന മണൽപ്പരപ്പ് പോലെ മൃദുലമായിട്ടുള്ള ആ സ്ഥലത്ത്. വെള്ളമാണെങ്കിലോ എത്രയോ ദൂരെ. വാരിത ആപേ, വാരിതാപേ, വെള്ളം ദൂരെ. ഇവരൊന്നും മഴയുടെ ഒരു ഇതും അറിയുന്നില്ല എന്നർത്ഥം. ഘോരമായിട്ടുള്ള മഴ ഇന്ദ്രൻ തകർത്ത് പെയ്യുന്നുണ്ട്. അതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. ഇവർക്കൊന്നും കൂസലില്ല. കാരണം എന്താ? അറിയുന്നേയില്ല അതിന്റെ ഇമ്പാക്ട്. നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ പരിസരത്തല്ലാതെ ദൂരെ എവിടെയെങ്കിലും മഴ പെയ്താൽ നമ്മൾ അറിയാറ് പോലുമില്ല. ചിലപ്പോൾ ഒരു മേഘം കാണും, ഒരു കാറ്റ് കാണും, ഒരു തണുപ്പുണ്ടാവും. അതല്ലാതെ നമുക്കിവിടെ മഴയൊന്നും അറിയാറില്ല, അല്ലേ? തൃശ്ശൂർ മഴ പെയ്താൽ പാലക്കാട് അറിയാറില്ല. എന്തിനാ പാലക്കാട് തന്നെ ആലത്തൂരോ വടക്കഞ്ചേരിയോ മഴ പെയ്താൽ ഞങ്ങളുടെ അവിടെ അറിയാറില്ല. പാലക്കാട് ടൗണിൽ മഴ പെയ്താൽ ഇവിടെ കൊടുമ്പിൽ അറിയില്ല. അതുപോലെ ഇവര് അറിഞ്ഞതേ ഇല്ല, ഒരു തരത്തിലും ബാധിക്കപ്പെട്ടില്ല. ദൂരത വാരിതാപേ സികതില മൃദുദേശേ പരികര പരിമിശ്രാൻ ധേനുഗോപാൻ ഉപനിദദത്. എന്നിട്ട് ഗുരുവായൂരപ്പ അങ്ങ് ഹസ്തപത്മേന ശൈലം അദത്താഹ. ഹസ്തപത്മം, ഹസ്തമാകുന്ന പത്മം, ചന്താമരപ്പൂ പോലെയുള്ള അങ്ങയുടെ കൈകൊണ്ട് ഈ ശൈലത്തെ, ഈ പർവ്വതത്തെ അദത്താഹ, അദത്താഹ ധരിച്ചു എന്നർത്ഥം. അപ്പോ ഉപനിദദത് അദത്താഹ രണ്ടും കൂടി ചേർത്ത് ഒരു ദദദദദദ നമ്മുടെ പ്ലസ് അദത്താഹ രണ്ടും കൂടി സന്ധിയാക്കിയിട്ട് എന്തായി? ഉപനിദദദദ. അത് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ദകാരം കൂടാനോ കുറയാനോ ഒക്കെ വഴിയുണ്ട്. ടങ് ട്വിസ്റ്റർ ആണ് എന്ന് പറയാം. മേൽപ്പത്തൂരിന്റെ ഒരു കലാപരിപാടിയാണത്. ദ ധ ദ ധ ധ ധ എന്നായി. ഉപനിദദദ ഹസ്തപദ്മേന ശൈലം. അപ്പൊ എന്തായാലും ഭഗവാൻ ഒരു കൈകൊണ്ട് ഈ പർവ്വതത്തെ പൊക്കിക്കൊണ്ട് നിന്നു. ഇവരെല്ലാം സ്വസ്ഥരായി സുഖമായിരിക്കണം ഭഗവാന്റെ സാന്നിധ്യത്തില്. തദനുഗിരിവരസ്യ പ്രോദ്രുതസ്യാസ്യ താവത് സികതില മൃദുദേശേ ദൂരതോ വാരിതാഭേ പരികര പരിമിശ്രാൻ ധേനുഗോപാൻ അധസ്താത് ഉപനിദദദ ഹസ്തപദ്മേന ശൈലം. ഭവതി വിധൃതശൈലേ ബാലികാഭിർവയസ്യൈഃ അപി വിഹിതവിലാസം കേളിലാപാദിലോലെ സവിധമിളിതധേനൂരേകഹസ്തേന കണ്ടൂയതി സതി
പശുപാലാസ്തോഷമൈഷന്ത സർവേ. ഭവതി വിധൃതശൈലേ ബാലികാവിർവയസ്യൈഃ അഭിവിഹിതവിലാസം കേളിലാപാദിലോലേ സവിധമിളിതധേനൂരേകഹസ്തേന കണ്ടൂയതി സതി പശുപാലാസ്തോഷമൈഷന്ത സർവേ. അപ്പോ ഭവതി വിധൃതശൈലേ, ഗുരുവായൂരപ്പ ഭവാൻ എന്നുള്ളതിന്റെ സപ്തമിയാണ് ഭവതി. വിധൃതശൈലം എന്നുള്ളതിന്റെ സപ്തമി വിധൃതശൈലേ. അപ്പൊ സതി സപ്തമി എന്ന പ്രയോഗം. അങ്ങ് ശൈലത്തെ ധരിച്ചപ്പോൾ, ഭവാൻ വിധൃതശൈലനായപ്പോൾ, ഭവതി വിധൃതശൈലേ സതി ബാലികാഭിഹി വയസ്യൈഹി അപി വിഹിതവിലാസം കേളിലാപാദിലോലേ. അവരും കേളിലാപാദിലോലരായി തീർന്നു. ആര്? ബാലികമാരും വയസ്യന്മാരും. വയസ്യന്മാരെന്നാൽ കൂട്ടുകാരെന്നാണ് അർത്ഥം. സമാന വയസ്സന്മാരെയാണ് വയസ്യന്മാരെന്ന് പറയുക. അല്ലാതെ വയസ്സന്മാരല്ല, ഓൾഡ് ഏജ്ഡ് അല്ല, വയസ്യൻ. വയസ്യൻ എന്ന് പറഞ്ഞാൽ സമാന വയസ്കാഹ ഇത് വയസ്യഹ എന്ന് പറഞ്ഞാൽ കൂട്ടുകാര്, ഭഗവാന്റെ സുഹൃത്തുക്കളായ ഗോപന്മാരും ബാലികാഭിഹി പെൺകുട്ടികളും ഗോപികമാര് കൊച്ചുകുട്ടികളും ഒക്കെ കൂടിയിട്ട് അപ്പി വിഹിത വിലാസം അവരോടുമൊക്കെ ആയിട്ട് വിലാസങ്ങളെ ചെയ്തുകൊണ്ട് ഉത്സാഹത്തോടുകൂടി നേരം പോക്കും മറ്റു കളികളും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ അർത്ഥം. വിഹിത വിലാസത്തോടുകൂടി കേളിലാപാദിലോലെ, കേളിലാപം എന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട് പലതും പറയുക, ലപിക്കുക എന്ന് പറഞ്ഞാൽ പറയുക, ആലാപം സല്ലാപം, കേളിലാപം കളിയായിട്ട് ലപിക്കുക. ആദി ലോലെ മുതലായവ കൊണ്ട് അങ്ങ് ലോലനായിരിക്കുമ്പോൾ, അതിൽ തൽപരനായിരിക്കുമ്പോൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ കൂട്ടുകാരോടായിട്ടും പെൺകുട്ടികളോടായിട്ടും പല തമാശകളും കളികളും ചെയ്തുകൊണ്ടും പല തമാശകൾ പറഞ്ഞുകൊണ്ടും ഇരുന്നപ്പോൾ സവിധമിളിത ധേനൂഹു, ധേനുക്കളെല്ലാം അങ്ങയുടെ സവിധം മിളിതരായി. മിളിതം സമ്മേളിച്ചു, സവിധം അങ്ങയുടെ സവിധത്തിൽ. ധേനൂഹു ആ പശുക്കളെല്ലാം അങ്ങയുടെ ചുറ്റും വന്നുകൂടി. അങ്ങനെ സവിധമിളിത ധേനൂഹു ആ ധേനുക്കളെ അങ്ങെന്ത് ചെയ്തു? ഏകഹസ്തേന കണ്ടൂയതി സതി. ഒരു കൈ കൊണ്ട് ഈ ഇതിനെ പൊക്കിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും മറ്റേ കൈ ഫ്രീ ആണ്. അതുകൊണ്ട് പശുക്കളെ തലോടിയും ചൊറിഞ്ഞുമൊക്കെ കൊടുത്തിട്ട്, പശുക്കൾക്ക് ചൊറിഞ്ഞു കൊടുത്ത്, പശുക്കളാകട്ടെ പട്ടികളാകട്ടെ പൂച്ചകളാകട്ടെ ആനകളാകട്ടെ ആനപ്പാപ്പാന്റെ തലോടലിന് ആഗ്രഹിക്കും. സിംഹവും പുലിയും വരെ വളർത്തുന്നവരുണ്ട്, അവരും അതിനെ കളിപ്പിക്കും, ഇക്കിളിപ്പെടുത്തിയിട്ടൊക്കെ. നല്ല രസമാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കണ്ടൂയതി, കണ്ടൂയതി കണ്ടൂയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൊറിയുക. ചൊറിയുക എന്ന് പറഞ്ഞാൽ ഇവിടെ തലോടുക, മസാജ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ് ഇവിടെ. ഏകഹസ്തേന കണ്ടൂയതി സതി, അങ്ങ് ഒരു കൈ കൊണ്ട് അവരെ ചൊറിഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടും അങ്ങനെ സർവേ പശുപാലാഹ തോഷം ഐഷന്ത, എല്ലാ ഗോപന്മാരും എന്തെന്നില്ലാത്ത സന്തോഷത്തെ പ്രാപിച്ചു. എല്ലാവർക്കും എന്താ പറയുക, മഴയാണെന്നോ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണെന്നോ ഒന്നും തോന്നിയില്ല അവർക്ക്. ഏറ്റവും സന്തോഷം, വീട്ടിനേക്കാൾ സുഖം. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടല്ലോ, ഭഗവാന്റെ തമാശകളും ഭഗവാന്റെ തലോടലുകളും. അങ്ങനെ ഭഗവാന്റെ സവിധത്തിൽ നിൽക്കുമ്പോൾ പശുക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും സ്വർഗത്തിനേക്കാൾ സുഖം, ബ്രഹ്മാനന്ദം അനുഭവിക്കുകയാണ് അവര്. അപ്പൊ അവർക്ക് മഴയുണ്ടോ പ്രളയമുണ്ടോ ദുരിതമുണ്ടോ ഒന്നുമില്ല, എല്ലാവരും സന്തോഷത്തെ പ്രാപിച്ചു എന്നാണ്. അപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായി. ആര്? ഇന്ദ്രൻ. ഇന്ദ്രൻ വെളുക്കാനാ തേച്ചത്, പക്ഷെ പോയി പോയി പാണ്ടായി എന്നർത്ഥം. ഭവതി വിധൃതശൈലേ ബാലികാഭിർവയസ്യൈഃ അഭിവിഹിത വിലാസം കേളിലാപാദിലോലേ സവിധമിളിതധേനൂഃ ഏകഹസ്തേന കണ്ടൂയതി സതി പശുപാലാസ്തോഷമൈഷന്ത സർവേ. അതിമഹാൻ ഗിരിരേഷതു വാമകേ കരസരോരുഹിതം ധരതേ ചിരം കിമിതമത്ഭുതമദ്രിബലം ന്വിതി ത്വദവലോകിഭിരാകതി ഗോപഗൈഃ. അതിമഹാൻ ഗിരിരേഷതു വാമകേ കരസരോരുഹിതം ധരതേ ചിരം
കിമിതമത്ഭുതമദ്രിബലം ന്വിതി ത്വദവലോകിപിരാകതി ഗോപകൈഃ. നാരായണ. അപ്പോ ആകതി ഗോപകൈഹി, ആകതി കഥനം ചെയ്തു, ഗോപകൈഹി ഗോപന്മാരാൽ. ഗോപന്മാരാൽ ഇങ്ങനെ പറയപ്പെട്ടു. എന്താ പറയപ്പെട്ടത്? ഈ പർവ്വതത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് അവർ വർണ്ണിച്ചിട്ട് പറയാണ്, ഇത്രയും വലിയ പർവ്വതത്തെ ഈ ഉണ്ണി ഭഗവാൻ ഒരു കൈകൊണ്ട്, ഇടത്തെ കൈകൊണ്ട് എത്ര നേരമാണ് താങ്ങി നിൽക്കുന്നത്? എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം എന്ന് അവരെല്ലാം ആശ്ചര്യത്തെ പ്രകടിപ്പിച്ചു എന്നാണ് വിഷയം. അതിമഹാൻ ഗിരിഹി ഏഷഃ. യേശഃ എന്നുള്ളത് ഗിരിക്കും ചേർക്കാം, ഭഗവാനും ചേർക്കാം. അപ്പൊ യേശഃ ഗിരിഹി തു അതിമഹാൻ. ഈ ഗിരി എത്ര വലുതാണ്, ഈ പർവ്വതം എത്ര വലുത്, ഈ ഗോവർദ്ധന പർവ്വതം അതിമഹാൻ. ഗോവർദ്ധന പർവ്വതം വളരെ വലുതാണ്. എന്നാൽ യേശഃ തു വാമകേ കരസരോർഹി തം ധരതേ ചിരം. ഇവനാവട്ടെ, ഈ ഉണ്ണിക്കണ്ണനാവട്ടെ, 7 വയസ്സുകാരൻ, വാമകെ ഇടത്തെ കരസരോരുഹി, കരസരോരുഹി കയ്യാകുന്ന താമരയിൽ, കരസരോരുഹത്തിൽ. അപ്പൊ ഇടത് കയ്യാകുന്ന തളിരിൽ അല്ലെങ്കിൽ താമരയിൽ, ചിരം ധരതേ തം പർവ്വതം ചിരം ധരതേ. ആ പർവ്വതത്തെ എത്ര നേരമായി ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. കിം അത്ഭുതമിതം, എന്തൊരത്ഭുതമാണിത്. അദ്രിബലം നു, ഇനി ഇത് അദ്രിയുടെ ഈ ഗോവർദ്ധന പർവ്വതത്തിന്റെ വല്ല മഹിമയാണോ? ഭഗവാൻ പറഞ്ഞല്ലോ, ഗോവർദ്ധന പർവ്വതം നിങ്ങളെ രക്ഷിക്കുമെന്നാണല്ലോ പറഞ്ഞത്. നമുക്ക് ഗോവർദ്ധനത്തെ പ്രാർത്ഥിക്കാം, ഗോവർദ്ധന പർവ്വതം തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് ഗോവർദ്ധനത്തിന്റെ മഹിമയാണോ, ഈ ഒരു കൈകൊണ്ട് താങ്ങി നിൽക്കുന്ന ഈ കൃഷ്ണന്റെ മഹിമയാണോ? എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം എന്ന് ഇവർക്ക് ഉത്തരം കിട്ടുന്നില്ല. സംശയത്തിലാണ് ഇവര്, തീരുമാനമായിട്ടില്ല എന്നർത്ഥം. ഇത് ഗിരിയുടെ അത്ഭുതകരമായിട്ടുള്ള മഹിമയാണോ, ഭഗവാന്റെ മഹിമയാണോ എന്നിങ്ങനെ ചിന്തിച്ചു അവര്. കിം അത്ഭുതം ഇതം അദ്രിബലം നോ, ഇത് അത്ഭുതം അദ്രിബലമാണോ? ഇത് ഇപ്രകാരം ത്വദവലോകിഭിഹി ഗോപകൈഹി ആകതി. ഇങ്ങനെ ത്വദവലോകിഭിഹി, അങ്ങയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരായ ഗോപകൈഹി ഗോപസമൂഹങ്ങളാൽ ആകതി, ആകതി കഥനം ചെയ്യപ്പെട്ടു, നന്നായി പറയപ്പെട്ടു. എല്ലാവരും പരസ്പരം പറഞ്ഞു, ഇതെന്തൊരത്ഭുതം, ഇതെന്തൊരത്ഭുതം. ഇത് ഈ ഉണ്ണിക്കണ്ണന്റെ മഹിമയാണോ അതോ പർവ്വതത്തിന്റെ മഹിമയാണോ, ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് അവരെല്ലാം അത്ഭുതം കൂറി. അതിമഹാൻ ഗിരിരേഷതു വാമകേ കരസരോരുഹിതം ധരതേ ചിരം കിമിതമത്ഭുതമദ്രിബലം ന്വിതി ത്വദവലോകിഭിരാകതി ഗോപകൈഃ. അഹഹദാർഷ്ട്യമമുഷ്യവട്ടോർഗിരിം വ്യതിതബാഹുരസൗരവരോപയേത് ഇതി ഹരിസ്ത്വയിബദ്ധവിഗർഹണോ ദിവസ ഉഗ്രമവർഷയത്. അഹഹദാർഷ്ട്യമമുഷ്യവട്ടോർഗിരിം വ്യതിതബാഹുരസൗരവരോപയേത് ഇതി ഹരിസ്ത്വയിബദ്ധവിഗർഹണോ ദിവസ സപ്തകമുഗ്രമവർഷയത്. ഇത് ഇന്ദ്രന്റെ പരിഹാസം. ഇന്ദ്രൻ അങ്ങയോട് മത്സരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇന്ദ്രന്റെ വാക്കുകളാണ്, ഇന്ദ്രൻ സ്വയം ചിന്തിക്കുന്നതാണ് ആദ്യത്തെ 2 വരി. അഹഹ ദാർഷ്ട്യമമുഷ്യവട്ടോർ ഗിരിം വ്യതിത ബാഹുരസൗ അവരോപയേത് ഇതി ഹരിഹി ത്വയി ബദ്ധ വിഗർഹണഃ. ഇതി ഇപ്രകാരം ഹരിഹി, ഇവിടെ ഹരിഹി ഇന്ദ്രഃ. ഹരി എന്ന ശബ്ദം ഇവിടെ ഇന്ദ്രനെ സൂചിപ്പിക്കുന്നത് തന്നെ. ആ ഇന്ദ്രൻ ത്വയി, അങ്ങയുടെ നേർക്ക് ഗുരുവായൂരപ്പ, ബദ്ധ വിഗർഹണഃ, നല്ല നിന്ദയോടുകൂടിയവനായിട്ട്. വിഗർഹണം നിന്ദാഭാവം, പുച്ഛഭാവം, നിന്ദാഭാവം, ഗർഹിതഭാവം.
അതിനെ ബന്ധിച്ചവനായിട്ട് നല്ല ഉറപ്പിച്ചിട്ട് നല്ല പുച്ഛത്തോടുകൂടി നിന്ദയോടുകൂടി നോക്കാലോ ഈ ചെക്കൻ 7 വയസ്സ് ചെക്കൻ, ഈ പീറ പയ്യൻ എത്ര നേരം ഈ വലിയ പർവ്വതത്തെ ചുമന്നുകൊണ്ട് നിൽക്കും നോക്കാലോ എന്ന് പരിഹസിക്കുകയാണ്. അതാണ് ബദ്ധ വിഗർഹണ. എന്താ പറഞ്ഞത്? ആഹഹ ആഹ അമ്പമ്പ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അമ്പട അമ്പമ്പ ധാർഷ്ട്യം അമുഷ്യ വടോഹോ. വടു എന്ന് പറഞ്ഞാൽ ചെറിയ ബ്രഹ്മചാരി ബാലകൻ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഈ ചെക്കന്റെ വടുവിന്റെ അമുഷ്യ ധാർഷ്ട്യം, അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ, എന്നെ വെല്ലുവിളിക്കുക അവന്റെ ധാർഷ്ട്യം. അവൻ തീർച്ചയായിട്ടും വ്യതിത ബാഹുഹു അസൗ അസൗ അവൻ വ്യതിത ബാഹുഹു, അവന്റെ കൈ വ്യതിതമായിട്ട് വേദനിച്ചിട്ട് കഴച്ചിട്ട് പീഡയായിട്ട് തീർച്ചയായിട്ടും ഗിരിം അവരോപയേത്, ഗിരിം ആ പർവ്വതത്തെ അവരോപയേത് താഴെ വെക്കാതിരിക്കില്ല. എന്തായാലും എത്ര നേരം അവൻ ചുമക്കും നോക്കാലോ എന്നിങ്ങനെ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് ഇന്ദ്രൻ അങ്ങയോട് മത്സരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ദിവസ സപ്തകം ഉഗ്രം അവർഷയത്. ദിവസ സപ്തകം 7 ദിവസം തുടർച്ചയായിട്ട് എന്നർത്ഥം. ഒരു സപ്താഹം കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം. ദിവസ സപ്തകം ഉഗ്രം ഭയങ്കരമായിട്ട് കഠിനമായിട്ട് അവർഷയത് വർഷിച്ചു, മഴ പെയ്തു. അപ്പൊ 7 ദിവസം തുടർച്ചയായിട്ട് ഗംഭീരമായിട്ടുള്ള പ്രളയം. എവിടെ? ഗോകുലത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട്. വേറെ ഒരു തുള്ളി വെള്ളം വേറെ എവിടേക്കും പോണില്ല, എവിടെയും മഴയില്ല, ഇവിടെ മാത്രം പെരുമഴ. അങ്ങനെ ഘോരമായി മഴ പെയ്ത് ഈ ഗോകുലത്തെ ഒലിപ്പിച്ചു കളയാനും ആ പർവ്വതത്തിന്റെ ഭാരം കൊണ്ട് കൃഷ്ണന് കൈ കഴച്ച് താഴെ വെക്കാനും ഇടയാക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് ഇന്ദ്രൻ 7 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്തു. എന്നാൽ ഭഗവാൻ തോറ്റുവോ? അതാണ് അടുത്ത ശ്ലോകം. അപ്പോ അഹദാർഷ്ട്യമമുഷ്യവടോർഗിരിം വ്യതിത ബാഹുരസൗരവരോപയേത് ഇതി ഹരിസ്ത്വയി ബദ്ധ വിഗർഹണോ ദിവസ സപ്തകമുഗ്രമവർഷയത് അവർഷയത് അചലതി ത്വയി ദേവപദാൽപദം ഗളിത സർവജലേ ച ഗണോൽക്കരേ അപഹൃതേ മരുതാം പതിഃ ത്വദഭിശങ്കിതദീ സമുപാദ്രവത അചലതി ത്വയി ദേവപദാൽപദം ഗളിത സർവജലേ ച ഗണോൽക്കരേ അപഹൃതേ മരുതാം പതിഃ ത്വദഭിശങ്കിതദീ സമുപാദ്രവത. ഗുരുവായൂരപ്പ ദേവാ ത്വയി പദാത് പദം അചലതി സതി. ദേവാ ഗുരുവായൂരപ്പ ലീലയായി കളിക്കുന്നവനെ, ത്വയി അങ്ങ് പദാൽപദം അചലതി സതി. പദാത് പദം ഒരു കാലിൽ നിന്ന് മറ്റൊരു കാലിലേക്ക് പോലും അചലതി ചലിക്കാതിരുന്നപ്പോൾ. ഭഗവാൻ ഒറ്റക്കാലിൽ ആണ് സാധാരണയായിട്ട് നിൽക്കാറ്. ഒരു കാല് പിണച്ചു വെച്ചാ നിൽക്കാറ്. അത്ര പോലും ഭഗവാന് ലാഘവം. 2 കാല് വേണ്ടി വന്നില്ല. ഒരു കാലിൽ നിന്ന് ഒരു കാലിലേക്ക് വെയിറ്റ് മാറ്റേണ്ടി വന്നില്ല. അല്ലെങ്കിൽ നിന്നിടത്തു നിന്ന് ഒന്ന് അനങ്ങിയില്ല ഭഗവാൻ. അതാണ് പദാത് പദം ത്വയി അചലതി സതി. അങ്ങ് ചലിക്കാതിരുന്നപ്പോൾ ഭഗവാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. ലാഘവമായിട്ടാണ് അത് ചെയ്തത്. ഒരു തൂവൽ ഇതിനേക്കാൾ ഭാരം കുറവായിരിക്കും ഭഗവാന്. അങ്ങനെ നിന്നപ്പോൾ ഗളിത സർവജലേ ജലേ, സർവജലവും ഗളിതമായപ്പോൾ, ഒഴുകിപ്പോയപ്പോൾ എല്ലാ വെള്ളവും പോയി, തീർന്നു. ഗണോൽക്കരേ മരുതാ അപഹൃതേ. ഗണോൽക്കരം എന്ന് പറഞ്ഞാൽ ബാക്കിയുണ്ടായ ചപ്പുചവറ് മേഘത്തിൽ നല്ലോണം വെള്ളത്തിന്റെ ഭാരം ഉണ്ടാവുമ്പോഴാണ് അത് പെയ്യുക. കാറ്റിനടിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഭാരമില്ലാത്ത മേഘങ്ങളാണെങ്കിൽ പഞ്ഞി പോലെ കാറ്റടിച്ച് പോകും ദൂരേക്ക്. ഇവിടെ ഗണോൽക്കരം മേഘസമൂഹം മരുതാ അപഹൃതേ എന്ന് പറഞ്ഞാലോ കാറ്റിനാൽ ദൂരേക്ക് അടിക്കപ്പെട്ടു. അപ്പൊ കാറ്റിന് പോലും ഇന്ദ്രനോട് നിന്ദ തോന്നി. എന്ത് പണിയാ ഇന്ദ്ര ഈ ചെയ്യുന്നത്? നീ ആരോടാ കളിക്കുന്നത് എന്ന മട്ടില് വായുദേവൻ ഇടയിൽ ഇടപെടുകയാണ്.
ബാക്കിയുണ്ടായിരുന്ന കുറച്ച് മേഘങ്ങളുടെ നിഴല്, വെള്ളമൊന്നുമില്ലാത്ത മേഘങ്ങൾ, പഞ്ഞി പോലെയുള്ള മേഘങ്ങളെ കാറ്റടിച്ച് ദൂരേക്കും കളഞ്ഞു. അവിടുന്ന് എന്ന് പറഞ്ഞിട്ട്, ആരോടാ നിങ്ങളുടെ കളി എന്ന മട്ടിൽ വായുദേവനോടെ വന്നു. മരുത ഗണോൽക്കരെ അപഹൃതേ അപഹൃതേ സതീ മരുതാംപതി. മരുതാംപതി മരുത്തുക്കളുടെ പതി. മരുത്തുക്കൾ 49 ദേവന്മാരാണ്. അവരുടെ പതിയായിരിക്കുന്ന ഇന്ദ്രൻ ത്വദഭിശങ്കിതദീഹി. ത്വത് അങ്ങയിൽ നിന്ന് അഭിശങ്കിതദീഹി, അങ്ങയിൽ നിന്ന് ഭയപ്പെട്ടവനായിട്ട്, ഭയപ്പെട്ട ബുദ്ധിയോടുകൂടിയവനായിട്ട്, ഭയചകിതനായിട്ട്, സമുപാദ്രവത് സമ്യക് ഉപാദ്രവത്. ഉപാദ്രവത് ഓടിപ്പോയി എന്നാണ്, സ്ഥലം വിട്ടു, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ, പേടിച്ചോടിപ്പോയി എന്നർത്ഥം. തോത് അഭിശങ്കിതതി. ഇനിയിപ്പോൾ അങ്ങ് ശിക്ഷിച്ചാൽ, അങ്ങ് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക എന്ന് പേടിച്ചിട്ട് ഇന്ദ്രൻ നിൽക്കക്കള്ളിയില്ലാതെ അവിടുന്ന് പേടിച്ചോടിപ്പോയി. ഉപാദ്രവത് സമുപാദ്രവത് സമ്യക് ഉപാദ്രവത്. നല്ലോണം അന്തർദാനം ചെയ്തു, സ്ഥലം വിട്ടു, നിന്നാൽ ശരിയാവില്ല എന്ന് നാണം കെട്ടു, ഭയപ്പാടുമായി. അപ്പൊ ഭഗവാൻ നിന്നിടത്തുനിന്ന് അനങ്ങിയില്ല. മേഘത്തിലെ സർവ്വ വെള്ളവും പെയ്തൊഴിഞ്ഞു. ഇനി സ്റ്റോക്കില്ല. ബാക്കിയുണ്ടായിരുന്ന നിസ്സാര മേഘങ്ങളെ കാറ്റടിച്ച് ദൂരേക്ക് തെറിപ്പിച്ചു. ആ മരുതാമ്പതിയായ ഇന്ദ്രനാകട്ടെ അങ്ങയെ ഭയപ്പെട്ടുകൊണ്ട് പാഞ്ഞു, സ്ഥലം വിട്ടു. അചലതി ത്വയി ദേവപദാൽപദം ഗളിത സർവജലേ ചഗനോൽക്കരേ അപഹൃതേ മരുതാം പതി ത്വദഭിശങ്കിതദീ സമുപാദ്രവത്. ശമമുപേയുഷി വർഷഭരേ തദാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധരഃ പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. ശമമുപേയുഷി വർഷഭരേ തദാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധരഃ പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. അപ്പൊ ശമം ഉപേയുഷി വർഷഭരേ തദാ. തഥാ അപ്പോൾ വർഷഭരേ, ആ വർഷത്തിന്റെ ഭാരം, മഴയുടെ ഭാരം, മഴയുടെ ഘനം. ശമം ഉപേയുഷി, ശമത്തെ പ്രാപിച്ചപ്പോൾ, അപ്പോൾ പെരുമഴ പൂർണ്ണമായി മാറിയപ്പോൾ. വർഷഭരേ ശമം ഉപേയുഷി സതി, വർഷത്തിന്റെ ഭാരം നല്ലതുപോലെ ശമിച്ചപ്പോൾ. പശുപധേനുകുലേച്ച വിനിർഗതേ, പശുപന്മാരും ധേനുകുലങ്ങളും വിനിർഗതരായപ്പോൾ എന്ന് പറഞ്ഞാലോ, ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിഭാഗത്ത് നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഭഗവാൻ തന്നെ പറഞ്ഞത്, മഴയൊക്കെ കഴിഞ്ഞൂട്ടോ, പ്രളയമൊക്കെ കഴിഞ്ഞൂട്ടോ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ എന്ന് ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു. ഇവരാണെങ്കിൽ ഭഗവാനെ വിട്ടു പോകാൻ മനസ്സൊന്നുമില്ല. ഇത് തന്നെയായിരുന്നു സുഖം എന്ന് പറഞ്ഞിരിക്കുകയാണ് അവര്. ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ് 7 ദിവസം 24 മണിക്കൂറും ഭഗവാന്റെ കൂടെ കഴിച്ചു കൂട്ടാൻ പറ്റിയ ഭാഗ്യം അവർക്കത് പിരിയാൻ വയ്യ. എന്നാ ഭഗവാൻ പറഞ്ഞു, മഴയൊക്കെ കഴിഞ്ഞു, ഇനി അവരവരുടെ വീടുകളിലേക്ക് ഇറങ്ങാം, അവരവരുടെ പ്രാരബ്ധങ്ങൾ നോക്കാം, ആനന്ദം മതി. അല്ലേ, നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ പോകുന്ന പോലെ അവരവരുടെ പ്രാരബ്ധങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകാം. അപ്പോൾ ഭഗവാൻ എല്ലാവരുടെയും പ്രാരബ്ധങ്ങളിലേക്ക് തിരിച്ചയക്കുകയാണ്. അതാണ് പശുപധേനുകുലേച്ച വിനിർഗതേ സതി. പശുപന്മാരും ധേനുകുലങ്ങളും വിനിർഗമിച്ചപ്പോൾ, ഹേ വിഭോ, സർവശക്തനായ ഭഗവാനെ, അങ്ങെന്ത് ചെയ്തു? ഭുവി സമുപാഹിത ഭൂതരഃ ത്വം. ത്വം ഭൂതരത്തെ, ഭൂതരം പർവ്വതം, അതിനെ ഭുവി സമുപാഹിതം, ഭൂമിയിലേക്ക് ഇറക്കി അങ്ങോട്ട് വെച്ചു, താഴേക്ക് ഇറക്കി വെച്ചു. ഭുവി സമുപാഹിത ഭൂതര. അങ്ങനെയുള്ള അങ്ങ് പ്രമുദിതൈഹി പശുപൈഹി പരിരേഭിഷി, ഈ ഭാരം ഇറക്കി വെച്ചതായിട്ടുള്ള സമയത്ത് പ്രമുദിതന്മാരായ, പ്രകർഷേണ മുദിതരായ, സന്തോഷിച്ച പശുപൈഹി ഗോപന്മാരാൽ പരിരേഭിഷേ, പരിരേഭിഷേ ത്വം പരിരേഭിഷേ, ആലിംഗനം ചെയ്യപ്പെട്ടു, പരിരംഭണം ചെയ്യപ്പെട്ടു. എല്ലാവരും മാറി 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 ഭഗവാനെ ആലിംഗനം ചെയ്യുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തു.
പശുക്കൾ പോലും ഭഗവാനെ വന്ന് മുട്ടി ഉരുമ്മയും നക്കുകയും ഒക്കെ ചെയ്തു. ഗോപന്മാരൊക്കെ മാറി മാറി ഭഗവാനെ ആലിംഗനം ചെയ്തു. പരിരേഭിഷേ ശമമുപേയുഷി വർഷഭരേ തദാ പശുപദേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂതരഃ പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. ഈ ഭഗവാനെ ഇനി ദേവന്മാര്, മറ്റുള്ള ദേവന്മാര് സ്തുതിക്കുന്നു. അവർക്ക് ഇന്ദ്രനെ പോലെ മത്സരം ഉണ്ടായിരുന്നില്ല. ഇന്ദ്രൻ തോറ്റതിൽ, ഇന്ദ്രന്റെ അഹങ്കാരം ശമിച്ചതിൽ അവർക്കും ഇത്തിരി സന്തോഷമായിട്ടുണ്ടാവും. വേണം അവന് ഇത്തിരി ജാട കൂടുതലാണ് നമ്മുടെ അടുത്ത് എന്ന മട്ടില് ആ ഇന്ദ്രന്റെ പരാജയം ദേവന്മാര് ഭഗവാനെ സ്തുതിക്കാൻ ഉപയോഗിച്ചു, ഭഗവാന്റെ മഹിമയെ. അതാണ് ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ കശ്രമഃ ഇതി നുതസ്ത്രിദശൈ കമലാപതേ ഗുരുപുരാലയ പാലയ മാം ഗദാത്. ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ കശ്രമഃ ഇതി നുതസ്ത്രിദശൈ കമലാപതേ ഗുരുപുരാലയ പാലയ മാം ഗദാത്. ഗുരുവായൂരപ്പ അങ്ങയെ സ്തുതിച്ചു. ആരാ? ദേവന്മാർ. എന്താ സ്തുതിച്ചത്? ധരണിം ഏവ പുരാ ധൃതവാനസി. ഗുരുവായൂരപ്പ ത്വം ധരണിം ഏവ പുരാ ധൃതവാൻ അസി. ധരണി ഭൂമി, ഭൂമിയെ അങ്ങ് പണ്ട് ധരിച്ചിട്ടുണ്ട്. എങ്ങനെ? വരാഹമൂർത്തിയായിട്ട് അവതരിച്ചപ്പോ ആ ഭൂമിയെ പോലും അങ്ങ് എത്ര നിസ്സാരമായിട്ടാണ് അങ്ങയുടെ വലിയ തേറ്റയുടെ ഒരറ്റത്തൊരു മുഞ്ഞപ്പുല്ല് പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെയാണ് അങ്ങ് ഭൂമിയെ ഉദ്ധരിച്ചത്. അപ്പോ വരാഹാവതാരത്തിൽ ഭൂമിയെ ഉദ്ധരിച്ച അങ്ങയ്ക്ക് ഇപ്പൊ ഈ ചെറിയൊരു പർവ്വതം, ഭൂമിയുടെ ഉള്ളിലുള്ള ചെറിയൊരു പർവ്വതത്തെ പൊക്കാൻ എന്താ അത്ര വലിയ പ്രയാസം? ക്ഷിതിധരോദ്ധരണേ തവ കഹ ശ്രമഃ. ക്ഷിതിധരത്തെ ഉദ്ധരിക്കുന്നതിൽ, ഈ ഭൂധരത്തെ, പർവ്വതത്തെ ഉദ്ധരിക്കുന്ന കാര്യത്തിൽ തവ അങ്ങയ്ക്ക് കഹ ശ്രമഃ, എന്ത് ശ്രമാണുള്ളത്? ഭൂധരനായ അങ്ങയ്ക്ക് ഗോത്രത്തെ ഭൂധരത്തെ ധരിക്കാൻ എന്ത് ശ്രമം? ഇതി നുതഃ ത്രിദശൈഹി. ത്രിദശന്മാര്, ദേവന്മാര്, മൂന്നാമത്തെ ദശ മാത്രമുള്ളവര്. യൗവനം എന്നുള്ള ദശ മാത്രം പെർമനന്റ് ആയിട്ടുള്ളവരായതുകൊണ്ട് ത്രിദശന്മാര്. ആ ദേവന്മാരാൽ ഇതി നുതഃ ഇപ്രകാരം സ്തുതി ചെയ്യപ്പെട്ടു അങ്ങ്. ഹേ കമലാപതേ, മഹാവിഷ്ണു, ലക്ഷ്മീപതേ, ഗുരുപുരാലയ, ഗുരുവായൂരേശ, പാലയ മാം ഗദാത്. മാം, എന്നെ, ഗദാത് പാലയ, എന്റെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചാലും. ഓ, ഗോകുലത്തെ മുഴുവൻ പ്രളയത്തിൽ നിന്ന് ഒരാഴ്ച രക്ഷിച്ചില്ലേ അങ്ങ്? അത്ര ലാഘവമല്ലേ അങ്ങയ്ക്ക് കാര്യങ്ങളൊക്കെ? അങ്ങനെയുള്ള അങ്ങയ്ക്ക് എന്റെ ഈ വാതരോഗത്തെ ശമിപ്പിക്കാൻ വല്ല പ്രയാസമുണ്ടോ? എന്നെയും രക്ഷിച്ചാലും. ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ കശ്രമഃ ഇതി നുതസ്ത്രിദശൈ കമലാപതേ ഗുരുപുരാലയ പാലയ മാം ഗദാത്. അപ്പോ ദേവന്മാരാൽ ഇങ്ങനെ സ്തുതിക്കപ്പെട്ട ഗുരുവായൂരപ്പ, കമലാപതേ, എന്നെയും എൻ്റെ രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചാലും എന്ന് പറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ഗോവർദ്ധനോദ്ധാരണം എന്ന ഈ ദശകം പൂർത്തീകരിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അടുത്ത ദശകത്തിലാണ് ഇന്ദ്രൻ വന്ന് ഭഗവാനോട് ക്ഷമാപണം ചെയ്ത് ഭഗവാനാണ് യഥാർത്ഥ ഗോവിന്ദൻ എന്ന് പറഞ്ഞ് ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ഗോവിന്ദാഭിഷേകം. അങ്ങനെ നമുക്ക് നാളെ കാണാം. ഗോവിന്ദാഭിഷേകം എന്ന ദശകം, 64-ാം ദശകം. നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ നാരായണ. അപ്പോൾ വൈകിട്ട് കാണാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.